മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇന്റർനെറ്റിന് അടിമയായിരിക്കുന്ന ഒരു മായ പ്രപഞ്ചമാണ് ഇത് അതിനൂതനം തന്നെയാണ്. ലോകം മുഴുവൻ ഒരൊറ്റ വിരൽത്തുമ്പിൽ എത്തിക്കുന്ന അവസ്ഥ. സ്വകാര്യ നിമിഷങ്ങളും പണമിടപാടുകളും എന്തിനേറെ ജീവിതമേ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞു നടക്കുന്ന പലരും നമുക്കിടയിലും ഉണ്ട്. ഇത്തരത്തിൽ ഓൺലൈനിൽ മുഴുകിയിരിക്കുമ്പോൾ ഇതൊന്നും അത്ര സുരക്ഷിതമല്ല എന്ന് ഞങ്ങളിൽ പലർക്കും തന്നെ അറിയാം. എന്നാലും അങ്ങനെ അങ്ങ് ഇരുന്നു പോകും. സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ കരുതിയിരിക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. വിവിധ രൂപത്തിലും ഭാവത്തിലും ചതിക്കുഴിയൊരുക്കി സ്വകാര്യ അക്കൗണ്ടുകളിൽ ആക്രമണകാരികൾ നുഴഞ്ഞു കയറാൻ ഒരുങ്ങുമ്പോൾ അതിൽ വീഴരുതെന്നും ഇവർ ഓർമ്മിപ്പിക്കുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. ബാങ്കുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങി വ്യക്തികളുടെ ഇമെയിലും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും തട്ടിയെടുക്കുന്ന സംഭവങ്ങൾ ഏറി വരുന്ന പശ്ചാത്തലത്തിലാണ് വിദഗ്ധരുടെ ഈ മുന്നറിയിപ്പുകൾ ഒരിക്കലും അവഗണിക്കാൻ ആവാത്തതാണ്. സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ, മൊബൈൽ ആപ്ലിക്കേഷനുകൾ, ഓൺലൈൻ ബാങ്ക് ഇടപാടുകൾ, ഇമെയിൽ എന്നിവയിലൂടെയാണ് വ്യക്തികൾക്ക് നേരെയുള്ള സൈബർ ആക്രമണങ്ങൾ ഏറി വരുന്നത്. എന്നാൽ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകളിലേക്കും നുഴഞ്ഞു കയറുന്നവരുടെ ഉദ്ദേശം പണം ചോർത്തുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് രഹസ്യം ചോർത്തി എതിരാളികൾക്കോ മറ്റു രാജ്യങ്ങൾക്കോ കൈമാറുക എന്നുള്ളതാണ്. ഇതിനെതിരെ സുരക്ഷാ നടപടികൾ ശക്തമാക്കുകയും ജാഗ്രത പാലിക്കുകയും വേണം. കഴിഞ്ഞ വർഷം $1 ട്രില്യൺ സൈബർ ക്രൈമാണ് UAE നടന്നത്. ഇത് മധ്യപൂർവ്വ ദേശത്തെ മൊത്തം സൈബർ കുറ്റകൃത്യങ്ങളുടെ 20% വരുമെന്ന ഞെട്ടിക്കുന്ന കണക്കാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. ഈ രംഗത്ത് തന്നെ സത്വര നടപടികൾ ആവിഷ്കരിക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നത് ഇതുകൊണ്ടൊക്കെയാണ്. അടുത്ത 5 വർഷത്തിനകം ആഗോളതലത്തിൽ $5 ട്രില്യൺ സൈബർ ക്രൈമുകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോഴുള്ള പ്രവചനങ്ങൾ. അതുകൊണ്ട് തന്നെ സുരക്ഷ ശക്തമാക്കുന്ന നടപടികൾ ഊർജിതമാക്കണമെന്നും ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുവാൻ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ ഒന്നിക്കണമെന്നും ആവശ്യം ഉയർന്നു കഴിഞ്ഞു. സംശയകരമായ ഇമെയിൽ തുറക്കാതിരിക്കുകയും അത്തരം സന്ദേശങ്ങളും ഫോൺ കോളുകൾക്കും മറുപടി കൊടുക്കാതിരിക്കുകയും വേണം. അബദ്ധവശാൽ എങ്ങനെയെങ്കിലും കെണിയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസിലും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും വിവരമറിയിച്ച് സത്വര നടപടികൾ സ്വീകരിക്കണം. ബാങ്കിൽ നിന്നാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചെത്തുന്ന ചതിക്കുഴികളിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. ഇതിലാണ് എല്ലാവരും വീഴുകയും ചെയ്യുന്നത്. ജനങ്ങളുടെ അജ്ഞത ചൂഷണം ചെയ്യുന്ന ഇക്കൂട്ടർ രഹസ്യ വിവരം കൈക്കലാക്കി പണം തട്ടുന്നു. ഇങ്ങനെ ആയിരക്കണക്കിന് ദിർഹം നഷ്ടപ്പെട്ടവർ നിരവധിയാണ്. കഴിഞ്ഞ 3 വർഷത്തോളമായി ദുബായിൽ മാത്രം 800 കേസുകൾ ഇതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. നിങ്ങളുടെ ATM അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു, അപ്ഗ്രേഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞ് ചില നമ്പറുകൾ നൽകിയാണ് ഏറ്റവും ഒടുവിൽ SMS തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇത് കാണുന്ന മാത്രയിൽ ബാങ്കിൽ നിന്നാണെന്ന് തെറ്റിദ്ധരിച്ച് പ്രസ്തുത നമ്പറിൽ വിളിച്ച് അക്കൗണ്ട് വിവരങ്ങൾ നൽകുന്നതോടെ ചതിയിൽ അകപ്പെടും. പിന്നീട് പണം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, അക്കൗണ്ടിന്റെ നിയന്ത്രണവും ഹാക്കർമാർ ഏറ്റെടുത്തു കഴിയും. ഒരുപക്ഷെ അടുത്ത ഇടപാടിനായ ബാങ്കിലോ ATMലോ ചെല്ലുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ പണം പിൻവലിച്ചതായോ രഹസ്യ കോഡ് മാറ്റിയതായോ സംശയം അല്ലെങ്കിൽ സന്ദേശം ലഭിക്കുമ്പോഴായിരിക്കും ചതിയിൽ പെട്ടു എന്ന വിവരം നിങ്ങൾ അറിയുന്നത്. അപ്പോഴേക്കും നഷ്ടങ്ങളുടെ വ്യാപ്തി വലുതായിരിക്കും. തട്ടിപ്പുകൾ പ്രധാനമായും 3 വിധത്തിലാണ് ഉള്ളത്. ഒന്നാമത്തേത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ടാബ്ലറ്റ്, അതുപോലെ തന്നെ ഫോൺ എന്നിവ പൂർണ്ണമായും ഹാക്ക് ചെയ്യുക. ഇതിലുള്ള പേഴ്സണൽ അക്കൗണ്ടും മറ്റും അതിലെ രഹസ്യ വിവരങ്ങളും മറ്റും കൈവശപ്പെടുത്തുക. രണ്ടാമത്തേത് ഇമെയിലിലൂടെ രഹസ്യ വിവരങ്ങൾ ചോർത്തുക എന്നുള്ളതാണ്. കാരണം ഇമെയിലാണ് ഈ ബാങ്ക് അക്കൗണ്ടുകളുടെയും അതുപോലെ തന്നെ മറ്റ് നോട്ടിഫിക്കേഷനുകളും മെസ്സേജ് ആയിട്ട് വരാറുള്ളത്. മൂന്നാമത്തേത് ഓൺലൈനിലൂടെ കമ്പനികളെ ആക്രമിക്കുക എന്നുള്ളതാണ്. സൈബർ കുറ്റകൃത്യത്തിന് പിടിക്കപ്പെട്ടാൽ 2 ലക്ഷം മുതൽ 20 ലക്ഷം ദിർഹം വരെ പിഴയും തടവും നാടുകടത്തലുമാണ് ശിക്ഷ. പക്ഷേ ഇതൊക്കെ സൈബർ കുറ്റകൃത്യങ്ങൾ നടത്താതിരിക്കുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നില്ല. സൈബർ കുറ്റകൃത്യങ്ങൾ നേരിടുവാൻ അബുദാബി, ദുബായ്, ഷാർജ പോലീസിന്റെ പ്രത്യേക വിഭാഗങ്ങളുമുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇന്റർനെറ്റ് കോളുകൾ, ഹാക്കിംഗ്, ഓൺലൈൻ ഭീഷണികൾ, സൈബർ തട്ടിപ്പുകൾ, വ്യാജ ഇമെയിലുകൾ എന്നിവയെക്കുറിച്ചെല്ലാം ദുബായ് പോലീസിന് പരാതി നൽകാം. ഇതിന്റെ വെബ്സൈറ്റ് ഞാനിവിടെ പറയുകയാണ്, www.eccrime.in. സുരക്ഷയ്ക്കായി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഇത്രയാണ്: പാസ്വേഡുകൾ കുറച്ച് അക്ഷരങ്ങളും അതുപോലെ തന്നെ വാക്കുകളും ഉപയോഗിച്ച് ശക്തിപ്പെടുക. ഇടയ്ക്കിടയ്ക്ക് രഹസ്യ കോഡ് മാറ്റുക. ഏറ്റവും നൂതന ഉപകരണവും അതുപോലെ തന്നെ ആന്റിവൈറസുകളും മറ്റും ഉപയോഗിക്കുക. പഴയ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈലാണോ ഉപയോഗിക്കുന്നതെങ്കിൽ സോഫ്റ്റ്വെയർ എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുക. സുരക്ഷയ്ക്കായി ഒരല്പസമയം ഇതുപോലെ നീക്കിവെച്ചാൽ വലിയ നഷ്ടങ്ങളാകും ഒഴിവാക്കാൻ പറ്റുക. രഹസ്യ വിവരങ്ങൾ ഒരിക്കലും പരസ്യപ്പെടുത്തരുത്. സംശയകരമായ ഫോൺ സന്ദേശങ്ങളോടും ഇമെയിലുകളോടും ഒരിക്കലും പ്രതികരിക്കരുത്. വ്യാജ വെബ്സൈറ്റുകളിൽ അക്കൗണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ ഒരിക്കലും നൽകുകയും ചെയ്യരുത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഒന്നിലധികം അക്കൗണ്ടുകളും ATMകളും ഉള്ളവരായിരിക്കും നമ്മൾ. ഇതിനെല്ലാം ഒരു രഹസ്യ പിൻ നൽകാതിരിക്കുക.
പിന്നെ രഹസ്യവിവരം ചോർന്നാൽ ഉടൻ അക്കൗണ്ടും അല്ലെങ്കിൽ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയൊക്കെ ചെയ്താലും പൂർണ്ണമായും സുരക്ഷിതരാണെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. എന്നാൽ ഇത്തരത്തിൽ ഒരല്പം ജാഗ്രത പുലർത്തിയാൽ ഒരുപക്ഷെ കുറച്ചു പേർക്കെങ്കിലും അല്ലെങ്കിൽ കുറെ പേർക്കെങ്കിലും രക്ഷപ്പെടാമല്ലോ.